നിലപാട് ചോദ്യം ചെയ്ത പോലീസിനെ ആക്രമിച്ചു എന്ന കേസിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈർ റിമാൻഡിലായിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകും. ഇംതിയാസ്, ലഹരി വേട്ടയ്ക്കിടെ ആണ് ഈ ബുജൈർ പിടിയിലാകുന്നത്. അതിനെതിരെ പോലീസിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ്? വിവരങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, അല്പസമയം മുൻപാണ് ഈ പി.കെ. ബുജൈർ എന്ന ഈ പ്രതിയെ കുന്നമംഗലം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നത്. വസതിയിലായിരുന്നു ഹാജരാക്കിയത്. അതിനുശേഷം ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. സബ് ജയിലിലേക്ക് പ്രതിയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ റിയാസ് എന്ന് പറയുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ ലഹരി ഇടപാടുമായി ബന്ധമുള്ള ആളാണ് റിയാസ് എന്ന് പറയുന്ന കക്ഷി. അദ്ദേഹത്തെ ഇന്നലെ പോലീസ് വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹമാണ്, ഈ റിയാസ് എന്ന് പറയുന്ന കക്ഷിയാണ് പി.കെ. ബുജൈറിന്റെ പേര് ഈ ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ പറയുന്നത്. അങ്ങനെ ഇവരെയൊക്കെ അന്വേഷിച്ചാണ് കുന്നമംഗലം പോലീസ് ഇന്നലെ ഇറങ്ങിയത്. അങ്ങനെ ആ അന്വേഷിക്കുന്ന സമയത്ത് പി.കെ. ബുജൈറിനെ കാണുകയും അവിടെ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോഴാണ് CPO ആയിട്ടുള്ള ശ്രീജിത്തിനെ വലിയ രീതിയിൽ മർദ്ദിച്ചത്. ഈ ബുജൈർ മർദ്ദിച്ചു എന്ന് പോലീസ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. അദ്ദേഹത്തിന്റെ ഈ ബുജൈറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഈ ചെറിയ പൊതികളൊക്കെ കണ്ടെടുത്തു. അതായത് ഈ ലഹരിയൊക്കെ ഒരു പക്ഷേ പൊതിയാൻ ഉപയോഗിക്കുന്നു എന്ന് കരുതുന്ന ചെറിയ കവറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാതെ ലഹരിയൊന്നും പോലീസ് കണ്ടെടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കേസെടുത്തിരിക്കുന്നത്, പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി ഗുരുതരമായ രീതിയിൽ പോലീസിനെ ആക്രമിച്ചു എന്നീ 2 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് 121 BNS 121(1) ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുത്തിട്ടില്ല അല്ലേ? ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു കേസും തന്നെ പി.കെ. ബുജൈറിനെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ ലഹരി പിടിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള തുടരുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ പി.കെ. ഫിറോസിന്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ പി.കെ. ഫിറോസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പലതരത്തിലുള്ള ട്രോളുകളും ഒക്കെ ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്.